കാർഷിക വാർത്തകൾ. വിൽപ്പന സമ്മർദ്ദം കാരണം റബ്ബർ വിലയിൽ ഉലച്ചിൽ. ഈസ്റ്റർ വിപണി പ്രതീക്ഷയിൽ ഏലം. കനത്ത ചൂട് ജാതിക്കയെയും ബാധിച്ചു. രാജ്യാന്തര റബ്ബർ അവധി വ്യാപാര രംഗത്തെ വിൽപ്പന സമ്മർദ്ദം ഇന്ത്യ അടക്കമുള്ള റബ്ബർ ഉൽപാദന രാജ്യങ്ങളിലെ ഓഫ് സീസണിലെ വിലക്കയറ്റ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചു. വാരാരംഭത്തിൽ ജപ്പാനിൽ കിലോ 350 യെന്നിൽ നീങ്ങിയ റബ്ബർ 321 ഇടിഞ്ഞു. ചൈനീസ് വാഹനങ്ങൾക്ക് അമേരിക്ക ഉയർന്ന നികുതികൾ ഏർപ്പെടുത്തിയത് ആശങ്ക പരത്തി. റബ്ബർ അവധി വ്യാപാരത്തിൽ വില തകർച്ച മൂലം ബാങ്കോക്കിൽ ഷീറ്റ് വില കിലോ 206 രൂപയിൽ നിന്നും 194 ഇടിഞ്ഞു. സംസ്ഥാനത്തെ പ്രമുഖ വിപണികളിൽ 4ാം ഗ്രേഡ് റബ്ബർ 3 രൂപ കുറഞ്ഞ് 203 രൂപയിൽ വിപണനം നടന്നു. ഈസ്റ്റർ അടുത്തതോടെ വിദേശത്തു നിന്നും ഏലത്തിന് കൂടുതൽ ആവശ്യക്കാർ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഹൈറേഞ്ചിലെ കർഷകർ. കുമളിയിൽ നടന്ന ലേലത്തിൽ 58,595 കിലോഗ്രാം ഏലയ്ക്ക വിൽപ്പനയ്ക്കെത്തിയതിൽ 52,632 കിലോയും വിറ്റഴിഞ്ഞു. ശരാശരി ഇനങ്ങൾ കിലോ 2,679 രൂപയിലും മികച്ച ഇനങ്ങൾ 3,051 രൂപയിലും കൈമാറി. വ്യവസായികളിൽ നിന്നും ഔഷധ നിർമ്മാതാക്കളിൽ നിന്നും ജാതികയ്ക്ക് ഡിമാൻഡ് മങ്ങിയത് അവസരമാക്കി കയറ്റുമതിക്കാരും നിരക്ക് താഴ്ത്തി. ഇതുമൂലം മധ്യ കേരളത്തിലെയും ഹൈറേഞ്ചിലെയും വിപണികളിൽ ജാതിക്കയും ജാതിപത്രിയും അല്പം പരുങ്ങലിലാണ്. കനത്ത പകൽ ചൂട് മൂലം പല ഭാഗങ്ങളിലും ജാതികയ്ക്ക് വലിപ്പക്കുറവ് സംഭവിച്ചതും വാങ്ങലുകാർ നിരക്ക് താഴ്ത്താൻ കാരണമായി. പുതിയ ചരക്ക് വരവ് മുൻനിർത്തി ഇടപാടുകാർ വില കൃത്രിമമായി ഇടിക്കുന്നതായും കാർഷിക മേഖലയിൽ നിന്നും ആക്ഷേപം ഉയരുന്നു. ജാതിക്ക തൊണ്ടൻ കിലോ 180 മുതൽ 240 രൂപയിലും ജാതിപ്പരിപ്പ് 530 മുതൽ 560 രൂപയായും താഴ്ന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ട്രംപ് താരിഫ് ഇന്ത്യൻ കാർഷിക മേഖലയ്ക്ക് സമ്മിശ്ര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കും. അരി, കശുവണ്ടി എന്നിവയ്ക്ക് ഗുണം ലഭിക്കും. സമുദ്ര വിഭവങ്ങൾ, വെള്ളരിക്ക എന്നിവയെ ബാധിച്ചേക്കാം. ട്രംപിന്റെ താരിഫിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ തിരിച്ചടിയൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. അടുത്ത 6 മാസത്തിനുള്ളിൽ പുതിയ ഇന്ത്യ-US ഉഭയകക്ഷി വ്യാപാര കരാർ നടപ്പിലാക്കുമെന്നാണ് പ്രതീക്ഷ. ഇത് താരിഫ് വിഷയം ചർച്ച ചെയ്യും. US-ലേക്ക് കയറ്റുമതി ചെയ്യുന്ന മിക്ക കാർഷിക ഉൽപ്പന്നങ്ങളും മുമ്പ് 10% വരെ ഇറക്കുമതി തീരുവയ്ക്ക് വിധേയമായിരുന്നു. ഇപ്പോൾ ഇത് 27%. 2023-24 ഇന്ത്യയുടെ $24.74 ബില്യൺ വരുന്ന കാർഷിക കയറ്റുമതിയിൽ 16.32% US-ലേക്കായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനിലും മാത്രം കൃഷി ചെയ്യുന്ന ബസ്മതി അരിയുടെ കാര്യത്തിൽ ഇന്ത്യക്കാണ് ഗുണം. പാകിസ്ഥാന് 30% താരിഫ്. പാകിസ്ഥാൻ, തായ്ലൻഡ്, വിയറ്റ്നാം എന്നീ രാജ്യങ്ങൾക്ക് ഉയർന്ന താരിഫ് ആയതിനാൽ ബസ്മതി ഇതര അരി വിഭാഗത്തിലും ഇന്ത്യക്ക് മുൻതൂക്കം ലഭിക്കും. താരിഫ് നിർദ്ദേശത്തിൽ കശുവണ്ടി വ്യവസായവും പ്രതീക്ഷയിലാണ്. ഇന്ത്യയുടെ എതിരാളിയായ വിയറ്റ്നാമിന് US 46% താരിഫ് ചുമത്തിയിട്ടുണ്ടെന്ന് ഓൾ ഇന്ത്യ കശുവണ്ടി അസോസിയേഷൻ പ്രസിഡന്റ് ബോല രാഹുൽ കാമത്ത് പറഞ്ഞു. തൽഫലമായി ഇന്ത്യൻ കശുവണ്ടിക്ക് 20% വിലക്കുറവുണ്ടാകും. അമേരിക്കയുടെ കശുവണ്ടി ഇറക്കുമതിയുടെ 90% വിയറ്റ്നാമിൽ നിന്നാണ്. എന്നാൽ സുഗന്ധവ്യഞ്ജന കയറ്റുമതിക്കാർക്ക് ആശങ്കയുണ്ട്. അച്ചാറിന് ഉപയോഗിക്കുന്ന ചെറിയ വെള്ളരിക്കയുടെ കയറ്റുമതിയെ കൂടുതൽ ബാധിച്ചേക്കും. US-ൽ ഇതിനകം തന്നെ 9% തീരുവയാണ് വെള്ളരിക്ക നേരിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് ഉഷ്ണതരംഗം മൂലം കന്നുകാലികളെ നഷ്ടപ്പെട്ട കർഷകർക്ക് നഷ്ടപരിഹാരം വിതരണം ചെയ്യും. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തൊട്ടാകെ വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ മൃഗസംരക്ഷണ ക്ഷീരവികസന മേഖലയിലെ ഉന്നതതല ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗത്തിലാണ് മന്ത്രി പ്രഖ്യാപനം നടത്തിയത്. മൃഗസംരക്ഷണ വകുപ്പിലെ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർമാരും ക്ഷീരവികസന വകുപ്പിലെ ജില്ലാതല ഓഫീസർമാരും മിൽമയുടെ 3 മേഖലകളിലെയും ചെയർമാൻമാരും യോഗത്തിൽ പങ്കെടുത്തു. ഉഷ്ണതരംഗം മൂലം വിവിധ ജില്ലകളിൽ കന്നുകാലികളുടെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള രേഖകൾ അടിയന്തരമായി ക്രോഡീകരിച്ച് കർഷകർക്ക് നഷ്ടപരിഹാരം ഉടൻ തന്നെ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. 2023-24 സാമ്പത്തിക വർഷത്തിൽ മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയന്റെ നേതൃത്വത്തിൽ ഉഷ്ണകാലത്ത് പ്രത്യേകമായി നടപ്പിലാക്കിയ വേനൽക്കാല ഇൻഷുറൻസ് പദ്ധതി വഴി 34,000-ഓളം കന്നുകാലികളെ ഇൻഷുറൻസ് പരിധിയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചു. ഇതുവഴി 1.18 കോടി രൂപയുടെ നഷ്ടപരിഹാരം വിതരണം ചെയ്യാനായെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ട്രംപിന്റെ താരിഫ് കാരണം ഇന്ത്യക്ക് കാർഷിക മേഖലയിൽ വലിയ നഷ്ടമൊന്നും ഉണ്ടാകില്ലെന്ന് സാമ്പത്തിക വിദഗ്ധൻ അശോക് ഗുലാത്തി. പുതിയ നയം പ്രകാരം US-ലേക്കുള്ള ഇന്ത്യൻ കാർഷിക കയറ്റുമതിയുടെ താരിഫ് 27%. US-ഉമായുള്ള ഉഭയകക്ഷി വ്യാപാര ചർച്ചകളിൽ ഇന്ത്യ ബുദ്ധിപൂർവ്വം ചർച്ച നടത്തിയാൽ ചില നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്ന പ്രശസ്ത ഇന്ത്യൻ കാർഷിക സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഇന്ത്യൻ കൗൺസിൽ ഫോർ റിസർച്ച് ഓൺ ഇന്റർനാഷണൽ ഇക്കണോമിക് റിലേഷൻസിലെ പ്രൊഫസറുമായ അശോക് ഗുലാത്തി പറഞ്ഞു. മത്സരിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യയേക്കാൾ കുറഞ്ഞ താരിഫുകൾ നേരിടുന്നുണ്ടെങ്കിൽ ആ ഉൽപ്പന്ന കയറ്റുമതിയിൽ ഇന്ത്യക്ക് നഷ്ടമുണ്ടാകാം. മൊത്തത്തിൽ കാർഷിക മേഖലയിൽ ഇന്ത്യക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടാകില്ലെന്നാണ് തോന്നുന്നത്.
ഈ താരിഫുകളുടെ ആഘാതം എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ഒരുപോലെ ആയിരിക്കില്ലെന്നും ഗുലാത്തി വിശദീകരിച്ചു. അന്തിമഫലം ഇന്ത്യക്കും മറ്റ് മത്സരിക്കുന്ന രാജ്യങ്ങൾക്കും US എങ്ങനെ താരിഫ് നിശ്ചയിക്കുന്നു എന്നതുൾപ്പെടെ വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. പുതിയ നയപ്രകാരം അരിയുടെ കാര്യത്തിൽ ഇന്ത്യൻ അരിക്ക് 26% താരിഫ് ബാധകമാണെങ്കിലും വിയറ്റ്നാം, തായ്ലൻഡ് പോലുള്ള എതിരാളികളിൽ നിന്നുള്ള അരിക്ക് ഇതിലും ഉയർന്ന തീരുവ നേരിടേണ്ടി വന്നാൽ ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ പ്രയോജനം ലഭിച്ചേക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വെട്ടുകിളി ആക്രമണ ആശങ്കയിൽ ഇന്ത്യയിലെ തേയില വ്യവസായം. പ്രധാന തേയില ഉൽപ്പാദന കേന്ദ്രങ്ങളായ ബംഗാളിലും ആസാമിലുമാണ് ഭീഷണി. കഴിഞ്ഞ 2 വർഷമായി ഇവ വലിയ ഭീഷണിയാണെന്ന് ടീ റിസർച്ച് അസോസിയേഷൻ. അസമിലെയും പശ്ചിമ ബംഗാളിലെയും വിളകളെ ബാധിക്കുന്ന വെട്ടുകിളി ആക്രമണത്തിൽ ടീ റിസർച്ച് അസോസിയേഷൻ ആശങ്ക രേഖപ്പെടുത്തി. തേയില ചെടികൾക്ക് പ്രത്യേകിച്ച് വരണ്ട മാസങ്ങളിൽ കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. ഇത് ചില പ്രദേശങ്ങളിൽ 55% വരെ വിളവ് കുറയുന്നതിന് കാരണമാകുമെന്നാണ് അനുമാനം. ഈ ഘട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിളയ്ക്ക് ഉയർന്ന ഗുണനിലവാരവും ഉയർന്ന ഡിമാൻഡുമുണ്ട്. തേയിലത്തോട്ടങ്ങളിലെ വാർഷിക വരുമാനത്തിന്റെ 30%-ലധികം സമ്പാദിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. അതിനാൽ മെയ് മുതൽ ജൂലൈ വരെയുള്ള കാലയളവിലെ ഈ ആക്രമണങ്ങൾ മേഖലയ്ക്ക് തിരിച്ചടിയാവുമെന്ന് ടീ റിസർച്ച് അസോസിയേഷൻ പറഞ്ഞു. വടക്കു കിഴക്കൻ മേഖലയിലെ തേയിലത്തോട്ടങ്ങൾക്ക് വെട്ടുകിളി ഒരു ഭീഷണിയായി മാറിയെന്ന് ടീ ബോർഡ് മുൻ ചെയർമാൻ PK ബെസ്ബോറുവ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നോക്കാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. റബ്ബർ RSS 4 206, RSS 5 203, ലാറ്റക്സ് 141, ജാതിക്ക 350, ജാതി പത്രി 1800 മുതൽ 2250 വരെ, ഗ്രാമ്പു 900, അടയ്ക്ക 270, കാപ്പിക്കുരു 270, കൊക്കോ പരിപ്പ് 400, കുരുമുളക് ഗാർബിൾഡ് 73400, കുരുമുളക് അൺഗാർബിൾഡ് 71400, ഏലയ്ക്ക 2700 മുതൽ 2800 വരെ, വെളിച്ചെണ്ണ 26300, കൊപ്ര 18400, ചുക്ക് 22500.